അടുത്ത വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ടീസ് അത് നമുക്ക് ഇത് നോക്കാം. ഓക്കെ എടുത്തോളൂ. വെറൈറ്റി ഉണ്ട് ഒരു കളറിലൊക്കെ. ഓക്കെ സ്മെല്ല് ഇന്നത് മനസ്സിലായോ? നമ്മൾ ഈ പാനൊക്കെ ഇല്ലേ, നമ്മൾ മധുരമുള്ള ഈ മുറുക്കാൻ പാൻ, മീഠാ പാൻ, മീഠാ പാനിൻ്റെ ഫ്ലേവറാണത്. കുടിക്കുമ്പോഴും നോക്കട്ടെ. അല്ലേ? ഒരു വെറൈറ്റി ഉണ്ട്, കുടിക്കുന്ന ഞാൻ നോക്കാം. യെസ്, സാധാ കട്ടനൊക്കെ കഴിക്കുന്നതിനേക്കാളും ഒരു വെറൈറ്റി ഉണ്ട്. മീഠാ പാൻ്റെ ഒരു ഫ്ലേവറാണത്. നീ പറയുന്ന പോലെ പറ്റൂല. സ്മെല്ല് നീ മനസ്സിലായി എന്താ നീ പറയും. അതൊരു അടവല്ല, അല്ല അത് ഇതിന് അറിവുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ സിനമൺ, നമ്മുടെ പട്ടയില്ലേ, പട്ടയുടെ ആണത്. പട്ടയുടെ ഫ്ലേവർ. നീ കുടിക്ക്. ഇതിലേതാ നിനക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നുന്നത്? ഇതെല്ലാം അതിൻ്റെ രീതിയിൽ ബെസ്റ്റാണ്, സെപ്പറേറ്റ് അല്ല. ഇത് ജഡ്ജ് ചെയ്യാൻ പറ്റില്ലടാ. ശരിയാണ് കേട്ടോ, ഓരോ വെറൈറ്റി രുചീസ് ആണ്. കണ്ടിട്ട് നമ്മുടെ ഇവിടെ ഏലക്കച്ചായ ഇത് ഞാൻ പറഞ്ഞു കേട്ടോ. ഇത് ഞാൻ നമ്മുടെ സാധാ ടീ ഏലക്കയുടെ ഫ്ലേവറാണ്. ഇത് പ്രത്യേകിച്ച് പറയണ്ട, സാധാരണ പറയാം. കളർ കണ്ടാൽ എല്ലാം ഒരുപോലെ ഇരിക്കും, എല്ലാം സെയിം ആണ്, സാധനങ്ങൾ ഡിഫറെൻ്റ് ആണ്. സ്മെല്ല് കുങ്കുമപ്പൂല്ലേ? തണ്ണിമത്തനെ കുങ്കുമ. ശരിയാണ്. തണ്ണിമത്തൻ കട്ടൻ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? അല്ല കഴിച്ചിട്ടുള്ളതിന്റെ അല്ല, തണ്ണിമത്തൻ അറിയാമെന്നുള്ള ആണ് ഇപ്പൊ പറഞ്ഞത്, പക്ഷെ കഴിച്ചിട്ടില്ല. കഴിക്കുക കുഴപ്പമില്ല. എന്നാലും എനിക്ക് ഈ സാധനം ഇഷ്ടപ്പെട്ടു, ഈ കളർ ടീ. അവൻ പണ്ട് കുറെ നാള് നോർത്ത് ഇന്ത്യയിലായിരുന്നു, അപ്പോൾ അവന് പാൻ കഴിച്ച് പരിചയമുള്ളതുകൊണ്ട് അവന് മീഠാ പാൻ. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും കാണുന്നവർക്ക് മനസ്സിലാവൂടാ. ഓക്കെ, നീ ലാസ്റ്റ് ഇത് നീ ടേസ്റ്റ് ചെയ്ത് നീ പറഞ്ഞാൽ മതില്ലേ. കേസർ, കുങ്കുമപ്പൂവ്, അതിന്റെ ഫ്ലേവറാണ്. കുങ്കുമപ്പൂ ഇട്ട ചായ കുടിക്കും. അതെ, ചായലല്ല പാലിലാണ് കുങ്കുമപ്പൂ ഇട്ട് കുടിക്കുന്നത്, അതുപോലെ അറിയത്തില്ലേ? അതറിയാം, ഞങ്ങൾ ചായയിലിട്ട് കുടിക്കും, ഇഷ്ടംപോലെ ഉണ്ട് വീട്ടിൽ. ഇതെല്ലാ സാധനവും ഇതുവരെ ട്രൈ ചെയ്യാത്ത ഫ്ലേവർ. ഇതിൽ ട്രൈ ചെയ്ത ഒരു ഫ്ലേവർ മാത്രമേ ഉള്ളൂ, ഏലക്കായുടെ ചായ കുടിച്ചിട്ടുണ്ട്. തീർത്തോ? ഞാൻ നീ തീർത്തില്ലല്ലോ എന്ന് വിചാരിക്കുമായിരുന്നു. ഒരെണ്ണം ഞങ്ങൾ കാലേക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതെ, സംഭവം സെറ്റാണ്.